ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കള്ളപ്പണക്കാരെ പിടികൂടാൻ കേന്ദ്രം നടത്തിയ നീക്കങ്ങളിൽ വലയുകയാണ് സാധാരണ ജനങ്ങൾ. 8ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും എടിഎമ്മുകളിലും ബാങ്കുകളിലും പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനുമായി മണിക്കൂറുകളാണ് ജനങ്ങൾ ക്യൂ നിൽക്കുന്നത്. കറൻസി പ്രതിസന്ധി പരിഹരിക്കുമെന്ന കേന്ദ്രത്തിന്റെ ഉറപ്പ് നാൾക്കുനാൾ ഒരു പ്രഹസനമായി മാറുന്നു. 8ാം ദിവസവും രാജ്യത്ത് തുടരുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ നഗരക്കാഴ്ചകൾക്ക് മുമ്പ് കാണാം പ്രധാന വാർത്തകൾ. നോട്ടുകൾ പിൻവലിച്ച പ്രതിസന്ധികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലയിൽ പ്രതിഷേധം ശക്തമാക്കി വിവിധ സംഘടനകൾ. ഹർത്താൽ ആചരിച്ച് സഹകരണ മേഖല. PF പെൻഷൻ നൽകാത്ത കേന്ദ്ര സർക്കാരിനെതിരെ വേറിട്ട സമരവുമായി പെൻഷനുകാർ. ഭിക്ഷാപാത്രവുമായി അർദ്ധനഗ്നരായാണ് പ്രതിഷേധം. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ മെഡിക്കൽ കമ്മീഷൻ നിയമം പൊതുജനാരോഗ്യം അപകടത്തിലാക്കുന്ന തരത്തിലാണെന്ന് IMA DTF ചെയർമാൻ ഡോക്ടർ അജിത് ഭാസ്കർ. വിശദമായ വാർത്തകളിലേക്ക്. കറൻസി റദ്ദാക്കിയ കേന്ദ്ര ഗവൺമെന്റിന്റെ നയം ഭ്രാന്തൻ നടപടിയായിപ്പോയെന്ന് ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് മനേത്ത് ചന്ദ്രൻ. സഹകരണ ബാങ്കുകളെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ജില്ലയിൽ നടന്ന സഹകരണ ഹർത്താലിനോടനുബന്ധിച്ച് നടന്ന പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ജില്ലയിലെ സഹകാരികളും ജീവനക്കാരും ഒന്നടങ്കം പങ്കെടുത്തുകൊണ്ട് നടത്തുന്ന ആദായ നികുതി ഓഫീസ് മാർച്ചാണ് ഈ വാഹനത്തിന്റെ പിന്നിലായി കടന്നുവരുന്നത്. സഹകരണ ബാങ്കുകളെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെയാണ് സംസ്ഥാനത്ത് ബുധനാഴ്ച സഹകരണ ഹർത്താൽ ആചരിച്ചത്. റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലുള്ള സംസ്ഥാന സഹകരണ ബാങ്കും 14 ജില്ലാ ബാങ്കുകളും 61 അർബൻ ബാങ്കുകളും 1600 സർവീസ് സഹകരണ സംഘങ്ങളും ചെറുകിട സംഘങ്ങളും ഹർത്താലിൽ പങ്കെടുത്തു. നോട്ട് പിൻവലിക്കലിലൂടെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുടെ കാര്യത്തിൽ നടപടി സ്വീകരിക്കുക, സഹകരണ സ്ഥാപനങ്ങളെ വിശ്വാസത്തിലെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായി കോഴിക്കോട് ആദായ നികുതി ഓഫീസിലേക്ക് ആയിരങ്ങൾ പങ്കെടുത്ത മാർച്ചും ധർണയും ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് മനേത്ത് ചന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്തത്. കറൻസി റദ്ദാക്കിയ കേന്ദ്ര ഗവൺമെന്റിന്റെ നയം ഭ്രാന്തൻ നടപടിയായി പോയെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. സാമാന്യ ബുദ്ധിയുള്ള ആരും ഇത്തരം കിരാത നടപടി സ്വീകരിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാലിന്റെ വിൽപ്പന 40,000 ലിറ്റർ ഓരോ ദിവസവും കുറഞ്ഞു വരികയാണ്. ആ ചെറുകിട കച്ചവടക്കാരെല്ലാം ഓരോന്നോരോന്നായി പൂട്ടി വരികയാണ്. വിവാഹം നിശ്ചയിക്കപ്പെട്ടവർ, കുറിക്കല്യാണങ്ങൾ തീരുമാനിക്കപ്പെട്ടവർ, രോഗചികിത്സക്ക് ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണമടക്കം കുറഞ്ഞു വരികയാണ്. രോഗം കുറയുന്നത് കൊണ്ടല്ല, കൊടുക്കാൻ പണമില്ലാത്തത് കൊണ്ടാണ്. ഈ ഗവൺമെന്റിന്റെ നടപടി ഭ്രാന്തൻ നടപടിയാണ് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നു. സാമാന്യ ബുദ്ധിയുള്ള ഒരാളും ഇത്തരം കിരാതമായ ഭ്രാന്തൻ നടപടി കൈക്കൊള്ളുകയില്ല. ചടങ്ങിൽ രമേശ് ബാബു അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് KC അബു, കാലിക്കറ്റ് ടൗൺ ബാങ്ക് പ്രസിഡന്റ് M ഭാസ്കരൻ, കാലിക്കറ്റ് സിറ്റി ബാങ്ക് പ്രസിഡന്റ് വിജയകൃഷ്ണൻ, CPM ജില്ലാ സെക്രട്ടറി TV ബാലൻ, EP ദാമോദരൻ, VP കുഞ്ഞികൃഷ്ണൻ, N സുബ്രഹ്മണ്യൻ, MC മായനാജി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും നടന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. PF പെൻഷൻ നൽകാത്ത കേന്ദ്ര സർക്കാരിനെതിരെ വേറിട്ട സമരവുമായി പെൻഷനുകാർ. ഭിക്ഷാപാത്രം കൈയിലെടുത്ത് അർദ്ധനഗ്നരായാണ് പെൻഷനുകാർ നഗരത്തിലിറങ്ങിയത്. PF ഓഫീസിലേക്ക് നടന്ന മാർച്ചും ധർണയും KPCC ജനറൽ സെക്രട്ടറി PM സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. PF പെൻഷൻ നൽകാത്ത കേന്ദ്ര സർക്കാരിനെതിരെ വേറിട്ട സമരമുറയുമായാണ് പെൻഷനുകാർ രംഗത്തെത്തിയത്. ഭിക്ഷാപാത്രം കൈയിലെടുത്ത് അർദ്ധനഗ്നരായാണ് പ്രതിഷേധം. സ്ത്രീകളടക്കമുള്ള 100ഓളം പ്രായമായ പെൻഷനുകാരാണ് കടുത്ത വെയിലിനെ പോലും അവഗണിച്ച് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് PF ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. തുടർന്ന് നടന്ന ധർണാ സമരം KPCC ജനറൽ സെക്രട്ടറി PM സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളടക്കമുള്ള പ്രായമായവർ തെരുവിലേക്കിറങ്ങിയാൽ രാഷ്ട്രീയ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ പൂർണ്ണ പിന്തുണ നൽകി സമരത്തിനിറങ്ങുമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇത്തരം കാഴ്ചകൾ വേദനാജനകമാണ്. ഉദ്യോഗസ്ഥർ മൂളുന്നത് മാത്രം കേൾക്കുന്നവരായി ഭരണാധികാരികൾ മാറരുതെന്നും
ആവശ്യമായ നടപടികൾ ഉടൻ കൈക്കൊള്ളണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാഷ്ട്ര നിർമ്മാണത്തിനു വേണ്ടി പ്രവർത്തിച്ച് വലുതാക്കിയ ഇന്ത്യയെ വലുതാക്കിയ ഈ നാട്ടിലെ ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ ₹1 പെൻഷൻ കൊടുക്കുന്നതിന് ലജ്ജയില്ലാത്തൊരു ഭരണകൂടം, ആ ഭരണകൂടത്തിന് നേരെ ഈ ഷർട്ടഴിച്ചിട്ട് മാത്രമല്ല അവരോട് പ്രതികരിക്കേണ്ടത് മറ്റിതര ഭാഷകളിലാണ് എന്ന് പറയാൻ എനിക്ക് വികാരം തോന്നുന്നുണ്ട്. മിനിമം പെൻഷൻ 6500 രൂപയും ക്ഷാമബത്തയും അനുവദിക്കുക, കമ്മ്യൂട്ടേഷൻ ചെയ്തവർക്ക് 100 മാസത്തിനു ശേഷം പൂർണ്ണ പെൻഷൻ അനുവദിക്കുക, വെട്ടിക്കുറച്ച 3 ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക, ഭക്ഷ്യസുരക്ഷാ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തുക, അവകാശികളില്ലാത്ത 44,000 കോടി രൂപ PF പെൻഷൻ ഫണ്ടിൽ ലയിപ്പിച്ച് ഉയർന്ന പെൻഷൻ അനുവദിക്കുക, CBT കമ്മിറ്റിയിൽ PF പെൻഷൻ സംഘടനാ പ്രതിനിധികളെ ഉൾപ്പെടുത്തുക, വെയിറ്റേജ് എല്ലാ PF പെൻഷനുകാർക്കും അനുവദിക്കുക തുടങ്ങിയവയാണ് സുപ്രധാന ആവശ്യങ്ങൾ. പ്രതിഷേധ സമരത്തിന് PFPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP ഉണ്ണിക്കുട്ടി, ജില്ലാ പ്രസിഡന്റ് V ജേക്കബ്, ജനറൽ സെക്രട്ടറി PM രാജൻ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പൊതുജനാരോഗ്യം അപകടത്തിലാക്കുന്ന തരത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ദേശീയ മെഡിക്കൽ കമ്മീഷൻ നിയമമെന്ന് IMA DTF ചെയർമാൻ ഡോക്ടർ അജിത് ഭാസ്കർ. പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ഡോക്ടർമാർക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ മെഡിക്കൽ കമ്മീഷൻ നിയമത്തിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന ദേശീയ മെഡിക്കൽ കമ്മീഷൻ നിയമത്തിനെതിരെ സമരം ശക്തമാക്കുകയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ബില്ല് പ്രാബല്യത്തിൽ വന്നാൽ യോഗ്യതയില്ലാത്തവർക്ക് ചികിത്സിക്കാനുള്ള അനുവാദം ലഭിക്കും. രോഗികൾക്ക് സുരക്ഷിതവും ശാസ്ത്രീയവുമായ ചികിത്സ ഉറപ്പുവരുത്താൻ സാധിക്കില്ല. മെഡിക്കൽ വിദ്യാഭ്യാസം പൂർണ്ണമായും കച്ചവടവൽക്കരിക്കപ്പെടുമെന്നും സമരക്കാർ ആരോപിക്കുന്നു. സിവിൽ സ്റ്റേഷനു മുന്നിൽ നടന്ന ധർണയിൽ ഡോക്ടർമാരുൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി അണിനിരന്നു. പ്രതിഷേധ സമരം IMA DTF ചെയർമാൻ ഡോക്ടർ അജിത് ഭാസ്കർ ഉദ്ഘാടനം ചെയ്തു. പൊതുജനാരോഗ്യം അപകടത്തിലാക്കുന്ന തരത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ദേശീയ മെഡിക്കൽ കമ്മീഷൻ നിയമമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. IMCയിൽ മുൻപുള്ള ഡോക്ടർ കോഴ വാങ്ങിയെന്നാരോപിച്ചാണ് കേന്ദ്രത്തിന്റെ പുതിയ നടപടി. ഡോക്ടർമാർ പഠിച്ചിരുന്നാൽ മാത്രം പോരാ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സേവനങ്ങൾ ചെയ്യണം. ഇതിനു പകരം ഡോക്ടർമാരെ തെരുവിലേക്ക് ഇറക്കരുതെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്ത്യൻ മെഡിക്കൽ കൌൺസിൽ ഏതോ ഒരു ഡോക്ടർ കോഴ വാങ്ങി എന്ന പേരിൽ ഇന്ത്യൻ മെഡിക്കൽ കൌൺസിൽ 1956 ഇന്ത്യൻ മെഡിക്കൽ കൌൺസിൽ ഇല്ലാതാക്കിക്കൊണ്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്നുള്ള ഒരു ഓമന പേരിൽ ഒരു പുതിയ ബില്ല് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ നാഷണൽ മെഡിക്കൽ കൌൺസിൽ എന്ന് പറയുന്നത്, കമ്മീഷൻ എന്ന് പറയുന്നത് ആരാണ്? ഡോക്ടർമാരല്ല. അയോഗ്യരെ ചികിത്സിക്കുവാൻ അനുവദിക്കുന്നതിലൂടെ പൊതുജനാരോഗ്യം അപകടത്തിലാകും. സംസ്ഥാനങ്ങൾക്ക് മെഡിക്കൽ രംഗത്തുള്ള അധികാരങ്ങൾ എടുത്തുകളയുന്നത് അതാത് സംസ്ഥാനങ്ങളുടെ ആരോഗ്യ സംവിധാനത്തെ പ്രതികൂലമായി ബാധിക്കും. സ്വകാര്യ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റുകൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം പ്രവേശനം നടത്താൻ അനുവദിക്കുന്നത് സാധാരണക്കാരന് മെഡിക്കൽ വിദ്യാഭ്യാസം അപ്രാപ്യമാക്കും. ഫലത്തിൽ ചികിത്സാ ചെലവ് വർദ്ധിക്കുമെന്നും സമരക്കാർ ആരോപിക്കുന്നു. പ്രതിഷേധ സമരത്തിൽ ഡോക്ടർ അജിത് ഭാസ്കർ, ഡോക്ടർ PN അജിത, ഡോക്ടർ AK അബ്ദുൽ ഖാദർ, ഡോക്ടർ S ശശിധരൻ, ഡോക്ടർ KP ബാലകൃഷ്ണൻ, ഡോക്ടർ KV രാജു, ഡോക്ടർ KK അഷ്റഫ് തുടങ്ങിയവർ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേന്ദ്ര ഗവൺമെന്റിന്റെ നിബന്ധനകളുടെ ഭാഗമായി ജനങ്ങൾ വലഞ്ഞിട്ടും ചിലർ മനസാക്ഷിക്കുത്തില്ലാതെ കേന്ദ്ര നയത്തെ ശരിയാണെന്ന് സ്ഥാപിക്കുകയാണെന്ന് CITU ജില്ലാ ട്രഷറർ T ദാസൻ. ജില്ലാ ലോട്ടറി ഏജന്റ്സ് സെല്ലേഴ്സ് യൂണിയൻ CITU നേതൃത്വത്തിൽ BSNL ഓഫീസിലേക്ക് നടന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഗവൺമെന്റിന്റെ നോട്ട് അസാധുവാക്കൽ നടപടിയിൽ ദുരിതമനുഭവിക്കുന്ന ലോട്ടറി തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. ജില്ലാ ലോട്ടറി ഏജന്റ് സെല്ലേഴ്സ് യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ BSNL ഓഫീസിലേക്കാണ് തൊഴിലാളികൾ മാർച്ച് നടത്തിയത്. ലോട്ടറിയെ തകർക്കുന്ന ഒറ്റ നമ്പർ എഴുത്ത് ചൂതാട്ട മാഫിയകളെ നിയന്ത്രിക്കുക, കേരള ലോട്ടറിയെ സംരക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായാണ് മാർച്ച് നടന്നത്. CITU ജില്ലാ ട്രഷറർ T ദാസൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ നിബന്ധനകളുടെ ഭാഗമായി ജനങ്ങൾ വലഞ്ഞിട്ടും ചിലർ മനസാക്ഷിക്കുത്തില്ലാതെ നയത്തെ ശരിയാണെന്ന് സ്ഥാപിക്കുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. കൂടാതെ തുച്ഛമായ വരുമാനത്തിൽ ജീവിതം പുലർത്തുന്ന ലോട്ടറി തൊഴിലാളികൾക്ക് വൻ പ്രതിസന്ധിയാണ് നടപടി സൃഷ്ടിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് ഈ സംവിധാനം നൽകേണ്ട ബാധ്യത കേന്ദ്ര ഭരണാധികാരികൾക്കില്ലേ? എല്ലാ മേഖലയും, നിർമ്മാണ മേഖല സ്തംഭിക്കുകയാണ്. പലർക്കും കൂലി കൊടുക്കാൻ കഴിയാത്ത സ്ഥിതി വരുന്നു. ഇങ്ങനെ കേരളത്തിൽ രാജ്യത്തിന്റെ നാനാ മേഖലയിലും ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ചിലർ ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ ഇത് ശരിയായ നടപടി എന്ന് മാത്രം പറയുകയാണ്. ജില്ലാ പ്രസിഡന്റ് PK ശശി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PK സോമൻ, A വിൻസെന്റ്, K ഹംസ, T പ്രേമൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നോട്ടുകൾ അസാധുവാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി സമിതി പ്രവർത്തകർ കരിദിനം ആചരിച്ചു. പ്രതിഷേധ സൂചകമായി കോഴിക്കോട് SBIക്ക് മുന്നിൽ നടന്ന കൂട്ടധർണ സമിതി ജില്ലാ പ്രസിഡന്റ് സൂര്യ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു.
വ്യാപാരി വ്യവസായി സമിതി സിറ്റി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് 500,000 നോട്ടുകൾ അസാധുവാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ച് കരിദിനം ആചരിച്ചത്. കോഴിക്കോട് SBIക്ക് മുന്നിൽ കൂട്ടധർണയും വ്യാപാരികൾ നടത്തി. ബദൽ സംവിധാനങ്ങൾ ഒരുക്കാതെ കേന്ദ്രം പുറപ്പെടുവിച്ച നടപടി ചെറുകിട കച്ചവടക്കാരെ തകർച്ചയിലേക്കാണ് നയിക്കുന്നതെന്ന് വ്യാപാരികൾ ആരോപിച്ചു. സമിതി ജില്ലാ പ്രസിഡന്റ് സൂര്യ ഗഫൂറാണ് ധർണ ഉദ്ഘാടനം ചെയ്തത്. SK ഗിരീഷ്, മേച്ചേരി ബാബുരാജ്, M അനിൽകുമാർ, വരുൺ ഭാസ്കർ, P പ്രദീപ്കുമാർ, നിസാർ അഹമ്മദ്, ഷൈജു ചീക്കിലോട്, ഗഫൂർ രാജധാനി തുടങ്ങിയവരും സംസാരിച്ചു. കിടപ്പിനുള്ള അവസ്ഥയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സഹകരണ മേഖല തകർത്തെറിഞ്ഞാൽ അത് സാധാരണക്കാരെയാണ് ഇത് ബാധിക്കുന്നത്. നമ്മൾ തൊട്ടടുത്ത സ്ഥലങ്ങളിലെല്ലാം തന്നെ പ്രകടനങ്ങളും കാര്യങ്ങളും നിങ്ങൾ കാണുന്നുണ്ടാകാം. ഇത് സഹകരണ മേഖലയിലെ സഹകരണ ബാങ്കിംഗ് സമ്പ്രദായമാണ് നശിക്കാൻ പോകുന്നത്. തൊട്ടടുത്ത സ്ഥലങ്ങളിൽ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരിടവേള. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. മലബാറിലെ പ്രമുഖ ക്ഷേത്രമായ മണാശ്ശേരി ശ്രീ കുന്നത്ത് തൃക്കോയിൽ വിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹോത്സവത്തിന് നവംബർ 15 പുലർച്ചെ മഹാഗണപതി ഹോമത്തോടെ തുടക്കം കുറിക്കുന്നു. 7 ദിവസങ്ങളിലായി ജനസഹസ്രങ്ങൾ പങ്കെടുക്കുന്ന ഈ മഹാക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി സ്വാമിനി ശിവാനന്ദപുരി ഉൾപ്പെടെയുള്ള പണ്ഡിത ശ്രേഷ്ഠരുടെ പ്രഭാഷണ പരമ്പര, സാംസ്കാരിക സമ്മേളനം, അന്നദാനം എന്നിവയ്ക്ക് പുറമെ കേരളത്തിലെ പ്രമുഖരായ കലാകാരന്മാർ പങ്കെടുക്കുന്ന അത്യുഗ്രൻ കലാവിരുന്നുകളും അരങ്ങേറുന്നു. നവംബർ 15 രാത്രി 8 മണിക്ക് ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാർ താരങ്ങൾ അണിനിരക്കുന്ന സ്റ്റാർ നൈറ്റ് മെഗാ ഷോ. 16 രാത്രി വാദ്യമേള കുലപതി മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടെ തൃത്തായമ്പക. 17 രാത്രി കാലിക്കറ്റ് V4U അവതരിപ്പിക്കുന്ന മെഗാ കോമഡി ഷോ. 18 രാത്രി പിന്നണി ഗായകൻ നിഷാദ് നയിക്കുന്ന ഗാനമേളയും അരങ്ങേറുന്നു. ഉത്സവത്തിന്റെ 5-ാം ദിവസം 5 ദേശങ്ങളിൽ നിന്നും ആബാലവൃദ്ധം ജനങ്ങൾ പങ്കുചേരുന്ന വരവാഘോഷവും നവംബർ 20 രാവിലെ 8 മണി മുതൽ ആയിരങ്ങളുടെ കണ്ടങ്ങളിൽ നിന്നുയരുന്ന നാരായണ മന്ത്രത്തിന്റെ അകമ്പടിയോടെ നടക്കുന്ന കോടിയർച്ചനയും വൈകിട്ട് 6 മണിക്ക് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ദാരുരഥത്തിൽ ദേവന്റെ തിടമ്പെഴുന്നള്ളിക്കുന്ന അത്യപൂർവ ചടങ്ങും നടക്കുന്നു. ഭക്തിയും സാഹോദര്യവും സാംസ്കാരിക തനിമയും ഒത്തുചേരുന്ന മണാശ്ശേരി ശ്രീ കുന്നത്ത് തൃക്കോവിൽ വിഷ്ണു ക്ഷേത്രത്തിലെ മഹോത്സവം നവംബർ 15 മുതൽ 21 വരെ. ഈ ക്ഷേത്രോത്സവത്തിൽ പങ്കുചേരാൻ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും സ്വാഗതം. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mine Bridal Diamond Jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. ENT വിദഗ്ധരുടെ 25ാം ദേശീയ സമ്മേളനം ഐസോകോൺ 2016 നവംബർ 18 മുതൽ 20 വരെ കടവ് റിസോർട്ടിൽ നടക്കും. ഗവർണർ P സദാശിവം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ലൈവ് സബ്ജക്ട് ഡെമോൺസ്ട്രേഷൻ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും വിദഗ്ധന്മാരായിട്ടുള്ള ഓരോ ഫീൽഡിലും, അതിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വിദഗ്ധന്മാരായിട്ടുള്ള ജർമ്മനി, ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രേലിയ എന്ന രാജ്യങ്ങളിൽ നിന്ന് വരുന്നിട്ടുള്ള സർജൻസ് ആണ് ചെയ്യുന്നത്. അത് ഓരോ ഫീൽഡിലും ഇന്ന് അറിയപ്പെടുന്നതിൽ ഏറ്റവും വിദഗ്ധന്മാരായിട്ടുള്ള ഡോക്ടർമാരാണ് ചെയ്യുന്നത്. ഈ സർജറി ചെയ്യുന്നത് ഈ ജന്മനാ തന്നെ കേൾവിയില്ലാത്ത ആൾക്കാർക്ക്, പിന്നെ ചിലതരം ട്രൈജൻജീനൽ ന്യൂറാളജി എന്ന് പറഞ്ഞ ചിലതരം തലവേദനയുണ്ട്, എന്ത് കഴിച്ചാലും മാറാത്ത, സഹിക്കാൻ പറ്റാത്ത തലവേദന, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ സർജറി ചെയ്യുന്നത് അത് വളരെ വളരെ ചെറിയ ചെലവിൽ ചെയ്തു കൊടുക്കുന്നതാണ്. കറൻസി ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മ നടന്നു. ബേപ്പൂർ തുലാമറ്റം റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ജനകീയ കൂട്ടായ്മ കൌൺസിലർ PP ബീരാൻ കോയ ഉദ്ഘാടനം ചെയ്തു. 500,000 നോട്ടുകൾ പിൻവലിച്ചതുമൂലമുള്ള കറൻസി ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മാത്തോട്ടം തുലാമറ്റം റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കൌൺസിലർ PP ബീരാൻ കോയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. നിരോധിച്ച് ഉടനെ തന്നെ പ്രധാനമന്ത്രി ജപ്പാനിലേക്ക് പോവുകയാണ് ചെയ്തത്. പ്രധാനമന്ത്രി ജപ്പാനിൽ പോയിട്ട് വന്നതിന് ശേഷം പ്രധാനമന്ത്രി പറയുന്നത് എന്താന്ന് പറഞ്ഞാല്, ഞാൻ വിവാഹമൊന്നും കഴിക്കാതെ കുട്ടികളൊന്നും ഇല്ലാതെ വളരെയധികം കഷ്ടപ്പെടുകയാണെന്നാണ് പറയുന്നത്. ഇവിടെ കള്ളപ്പണക്കാരായാലും അതുപോലെയുള്ള ആളുകളൊക്കെ തന്നെ ഇത് നിരോധിക്കണേ എന്ന് പറഞ്ഞ സമയത്ത് തന്നെ അവരെ പണം മുഴുവനും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞ്, അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഒക്കെ നടത്തുന്ന ആളുകൾ അവർ ഭൂമി വാങ്ങി, മറ്റു കുറെ ആളുകൾ സ്വർണവും വാങ്ങി. സത്യത്തിൽ എന്താന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി പറഞ്ഞ ആളുകളെ കയ്യിൽ ഒരാളെ കയ്യിലും ഇപ്പൊ പൈസ ഇല്ല. പൈസ ഉള്ളത് ആരെ കയ്യിലാന്ന് പറഞ്ഞാല് നമ്മളെപ്പോലെ പാവപ്പെട്ട ആളുകൾ. ചടങ്ങിൽ MI മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു.
IUML ജില്ലാ സെക്രട്ടറി NC അബൂബക്കർ, INC ബ്ലോക്ക് പ്രസിഡന്റ് TK അബ്ദുൽ ഗഫൂർ, K വേലായുധൻ, സതീശൻ, ബഷീർ അഹമ്മദ്, സജീർ, ഡോക്ടർ മുജീബ്, C മൊയ്തീൻ കോയ, K വിജയൻ, ബാബു തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. നന്മ കോഴിക്കോട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശാന്താദേവി അനുസ്മരണം സംഘടിപ്പിക്കും. നവംബർ 20 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങ് MT വാസുദേവൻ നായർ ഉദ്ഘാടനം ചെയ്യും. ഈ ചടങ്ങിന്റെ പ്രത്യേകത അനുസ്മരണത്തോടനുബന്ധിച്ച് തന്നെ കോഴിക്കോട്ടെ 200 ചില്ലാനം കലാകാരന്മാരുടെ ഒരു ബയോഡാറ്റ അളക്കുന്ന വലിയൊരു പുസ്തകം ഡോക്ടർ K ശ്രീകുമാർ രചിച്ചിട്ടുള്ള പുസ്തകത്തിന്റെ പ്രകാശനം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് MT വാസുദേവൻ നിർവഹിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നത് മലയാള സർവകലാശാല വൈസ് ചാൻസലർ ജയകുമാർ സാറാണ്. വയലാർ അവാർഡ് ജേതാവ് UK കുമാരന് ആദരമധുരം. ബേക്കേഴ്സ് അസോസിയേഷൻ കേരളയും മലബാർ കൾച്ചറൽ അസോസിയേഷനും സംയുക്തമായാണ് ആദരമധുരം എന്ന പേരിൽ ആദരവൊരുക്കിയത്. ചടങ്ങ് ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തവണത്തെ വയലാർ അവാർഡ് ജേതാവ് UK കുമാരന് ബേക്കേഴ്സ് അസോസിയേഷൻ കേരള, മലബാർ കൾച്ചറൽ അസോസിയേഷൻ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ ആദരമധുരം ഒരുക്കി. ഹോട്ടൽ അളകാപുരിയിലാണ് ആദരമധുരം എന്ന പേരിൽ അവാർഡ് ജേതാവിന് ആദരിക്കൽ ചടങ്ങ് ഒരുക്കിയത്. UK കുമാരന്റെ ഛായാചിത്രമടങ്ങിയ കേക്ക് മുറിച്ച് ചടങ്ങ് ഡോക്ടർ MGS നാരായണൻ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ ഈ രണ്ട് നോവലിൽ നിന്നുള്ള സാമ്യം രണ്ടും അവരവരുടെ ഗ്രാമങ്ങളെ പറ്റിയിട്ടാണ്. ആ ഗ്രാമീണ ഭാഷയിൽ എഴുതപ്പെട്ടതാണ്. നല്ല സ്വീകാര്യത ഉള്ള കൃതികളാണ്. UA ഖാദർ മുഖ്യാതിഥിയായിരുന്നു. MP രമേശ് UK കുമാരന് ഉപഹാര സമർപ്പണം നടത്തി. AK മുഹമ്മദ് ഫൌസീർ പൊന്നാടയണിയിച്ചു. വിനോദ് ആലന്തട്ട, റോയൽ നൌഷാദ്, AK ജുനൈസ്, C അംബുരാജ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജനങ്ങളെ ദുരിതത്തിലാക്കിയ നരേന്ദ്രമോദി രാജിവെക്കണമെന്ന് SDPI. ഈ ആവശ്യമുന്നയിച്ച് നവംബർ 18 SDPI കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇൻകം ടാക്സ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു പ്രധാനമന്ത്രിമാരും മുമ്പും ചെയ്തിട്ടില്ലാത്ത ഒരു നിലപാടുകളാണ് സ്വീകരിച്ചത്. അദ്ദേഹം തൽക്കാലം രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ മാസം 18 തീയതി വെള്ളിയാഴ്ച കോഴിക്കോട് അരയടത്ത് നിന്ന് പാലത്തു നിന്ന് 3 മണിക്ക് ഇന്ത്യയുടെ മാർച്ച് ആരംഭിക്കും. സംസ്ഥാന നേതാക്കളായിട്ടുള്ള വാർത്തകളിൽ ഒരിടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. മലബാറിലെ പ്രമുഖ ക്ഷേത്രമായ മണാശ്ശേരി ശ്രീ കുന്നത്ത് തൃക്കോയിൽ വിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹോത്സവത്തിന് നവംബർ 15 പുലർച്ചെ മഹാഗണപതി ഹോമത്തോടെ തുടക്കം കുറിക്കുന്നു. 7 ദിവസങ്ങളിലായി ജനസഹസ്രങ്ങൾ പങ്കെടുക്കുന്ന ഈ മഹാക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി സ്വാമിനി ശിവാനന്ദപുരി ഉൾപ്പെടെയുള്ള പണ്ഡിത ശ്രേഷ്ഠരുടെ പ്രഭാഷണ പരമ്പര, സാംസ്കാരിക സമ്മേളനം, അന്നദാനം എന്നിവയ്ക്ക് പുറമെ കേരളത്തിലെ പ്രമുഖരായ കലാകാരന്മാർ പങ്കെടുക്കുന്ന അത്യുഗ്രൻ കലാവിരുന്നുകളും അരങ്ങേറുന്നു. നവംബർ 15 രാത്രി 8 മണിക്ക് ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാർ താരങ്ങൾ അണിനിരക്കുന്ന സ്റ്റാർ നൈറ്റ് മെഗാ ഷോ. 16 രാത്രി വാദ്യമേള കുലപതി മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടെ തൃത്തായമ്പക. 17 രാത്രി കാലിക്കറ്റ് V4U അവതരിപ്പിക്കുന്ന മെഗാ കോമഡി ഷോ. 18 രാത്രി പിന്നണി ഗായകൻ നിഷാദ് നയിക്കുന്ന ഗാനമേളയും അരങ്ങേറുന്നു. ഉത്സവത്തിന്റെ 5ാം ദിവസം 5 ദേശങ്ങളിൽ നിന്നും ആപാലവൃന്ദം ജനങ്ങൾ പങ്കുചേരുന്ന വരവാഘോഷവും നവംബർ 20 രാവിലെ 8 മണി മുതൽ ആയിരങ്ങളുടെ കണ്ടങ്ങളിൽ നിന്നുയരുന്ന നാരായണ മന്ത്രത്തിന്റെ അകമ്പടിയോടെ നടക്കുന്ന കോടിയർച്ചനയും വൈകിട്ട് 6 മണിക്ക് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ദാരുരഥത്തിൽ ദേവന്റെ തിടമ്പെഴുന്നള്ളിക്കുന്ന അത്യപൂർവ ചടങ്ങും നടക്കുന്നു. ഭക്തിയും സാഹോദര്യവും സാംസ്കാരിക തനിമയും ഒത്തുചേരുന്ന മണാശ്ശേരി ശ്രീ കുന്നത്ത് തൃക്കോയിൽ വിഷ്ണു ക്ഷേത്രത്തിലെ മഹോത്സവം നവംബർ 15 മുതൽ 21 വരെ. ഈ ക്ഷേത്രോത്സവത്തിൽ പങ്കുചേരാൻ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും സ്വാഗതം. I'm not the star. She is. Mind bridal diamond jewelry from Malabar Gold and Diamonds. Be a star. Nothing less. വാർത്തകൾ തുടരുന്നു. ജൈവഭവനം പദ്ധതിയിലൂടെ നഗരവാസികളെ ജൈവ കർഷകരാക്കാൻ ഒരുങ്ങി സേവ് ഗ്രീൻ അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഗ്രീൻ വ്യൂ കർഷക കൂട്ടായ്മ. സേവ് ഗ്രീൻ തുള്ളിനന സംവിധാനത്തിലൂടെ മാതൃകാ പച്ചക്കറിത്തോട്ടത്തിന് തുടക്കം കുറിച്ചു. ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന സേവ് ഗ്രീൻ അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഗ്രീൻ വ്യൂ കർഷക കൂട്ടായ്മയുടെ സഹകരണത്തോടെ കോഴിക്കോട് നഗരത്തിൽ മാതൃകാ പച്ചക്കറിത്തോട്ടം ഒരുങ്ങിക്കഴിഞ്ഞു.
മുതലക്കുളം TBS ബുക്ക് സ്റ്റോളിന് പിറകുവശത്തുള്ള വൈറ്റ് കാസിൽ കെട്ടിടത്തിന്റെ ടെറസിലാണ് മാതൃകാ ജൈവ പച്ചക്കറിത്തോട്ടം സജ്ജമാക്കിയിട്ടുള്ളത്. ഗ്രോ ബാഗുകളിൽ ശാസ്ത്രീയ സംവിധാനത്തിലൂടെ പച്ചക്കറി എളുപ്പത്തിൽ കൃഷി ചെയ്യാമെന്ന് നഗരവാസികൾക്ക് തുറന്നുകാട്ടുകയാണ് സേവ് ഗ്രീൻ പ്രവർത്തകർ. നമ്മൾ ശുദ്ധമായ ഭക്ഷണത്തിന്റെ ഉൽപാദനം എല്ലാ വീടുകളിലും സാധ്യമാകുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ജൈവഭവനം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ ടെറസുകളിൽ നഗരത്തിൽ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കോട് പോലുള്ള നഗരത്തിൽ വലിയ കെട്ടിടങ്ങളുടെയൊക്കെ തന്നെ ടെറസുകൾ ഒഴിഞ്ഞു കിടക്കുക. അപ്പോൾ ഈ ടെറസുകളിലൊക്കെ തന്നെ ശാസ്ത്രീയമായ രീതിയിൽ പച്ചക്കറി ഉൽപാദനം സാധ്യമാണെന്ന് തെളിയിച്ചു കൊടുക്കുന്നതിന് നഗരവാസികൾക്ക് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മോഡൽ പച്ചക്കറി തോട്ടമാണ് നമ്മളിവിടെ നിന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. 63ാമത് ദേശീയ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായാണ് സേവ് ഗ്രീൻ തുള്ളിനന സംവിധാനത്തിലൂടെ ഈ മാതൃകാ കൃഷിത്തോട്ടം ഒരുക്കിയിട്ടുള്ളത്. നഗരത്തിലെ സഹകാരികളും പൌരപ്രമുഖരുമായ 63 പേർ ചേർന്ന് 63 ഗ്രോ ബാഗുകളിൽ വിവിധയിനം പച്ചക്കറി തൈകൾ നട്ടുകൊണ്ടാണ് തോട്ടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത്. 30 ദിവസത്തിനു ശേഷം ഈ 63 പേർ തന്നെ ആദ്യ വിളവെടുപ്പ് മഹോത്സവം നടത്തും. ടെറസിൽ ജൈവ പച്ചക്കറി കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനും അതുവഴി നഗരത്തിൽ ജൈവ പച്ചക്കറി തോട്ടങ്ങൾ വ്യാപിപ്പിക്കാനുമാണ് സേവ് ഗ്രീൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആശുപത്രികളെയും ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനെയും സംബന്ധിച്ച് ഹീൽ 2016 ദേശീയ സമ്മേളനം സംഘടിപ്പിക്കും. നവംബർ 18, 19 തീയതികളിൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുന്ന സമ്മേളനം IIM ഡയറക്ടർ ഡോക്ടർ കുൽഭൂഷൺ ബലൂനി ഉദ്ഘാടനം ചെയ്യും. ഞങ്ങള് ഹീൽ എന്നുള്ള പ്രോഗ്രാം ഇത് 3ാമത്തെ വർഷമാണ്. ഹീൽ എന്നുള്ള ഒരു ആക്രോണിമാണ് ഡോക്ടർ വിനീത് പറഞ്ഞ പോലെ ഹെൽത്ത് എക്സലൻസ്, ഹെൽത്ത് കെയർ എക്സലൻസ് ടു അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലീഡർഷിപ്പ്. സോ അഡ്മിനിസ്ട്രേറ്റേഴ്സും ലീഡേഴ്സുമായിട്ടുള്ള പലരും കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. 18, 19 വന്നിട്ട് എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് എങ്ങനെയാണ് നമ്മളുടെ പുതിയ ഐഡിയകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട്, പിന്നെ പുതിയ ഇന്നോവേഷൻസ് ഒക്കെ ഉള്ളത് അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരു വേദി, പിന്നെ നമുക്ക് ബെസ്റ്റ് പ്രാക്ടീസസ്, ഹോസ്പിറ്റലിലെ ബെസ്റ്റ് പ്രാക്ടീസസ് എന്താണെന്നത് ഷെയർ ചെയ്യാനായിട്ട്. ജില്ലാ സർവോദയ മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ വിനോബ ഭാവെ ചരമദിനാചരണവും അനുസ്മരണ കൂട്ടായ്മയും നടന്നു. ഗാന്ധി പീസ് ഫൌണ്ടേഷൻ പ്രസിഡന്റ് C. കൃഷ്ണൻ മൂസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി രാജ്യത്ത് അവതരിപ്പിച്ച എല്ലാ ദർശനങ്ങളും കർമ്മപരിപാടികളും രാജ്യത്ത് പ്രാവർത്തികമാക്കാൻ യത്നിച്ച ഋഷിതുല്യനായ ജനസേവകനായിരുന്നു ആചാര്യ വിനോബ ഭാവെയെന്ന് ജില്ലാ സർവോദയ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ യോഗം അഭിപ്രായപ്പെട്ടു. വിനോബജി നടത്തിയ ഭൂദാന പ്രസ്ഥാനം ആനുകാലിക ഭൂസമരങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറെ പ്രസക്തമാണെന്നും അനുസ്മരണ പ്രസംഗം നടത്തിയ ഗാന്ധി പീസ് ഫൌണ്ടേഷൻ പ്രസിഡന്റ് C. കൃഷ്ണൻ മൂസ് പറഞ്ഞു. ജില്ലാ സർവോദയ മണ്ഡലം പ്രസിഡന്റ് TK ആസീസ് അധ്യക്ഷം വഹിച്ചു. P. വാസു, VK ബാലകൃഷ്ണൻ നായർ, PP ഉണ്ണികൃഷ്ണൻ, U. രാധാകൃഷ്ണൻ, CPI പൂനൂർ, P. ശിവാനന്ദൻ, വെളിപാലത്ത് ബാലൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൌൺസിൽ ബിസിനസ് എക്സലൻസി അവാർഡുകൾ പ്രഖ്യാപിച്ചു. നവംബർ 20 കോഴിക്കോട് ടൌൺ ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ UK കുമാരൻ അവാർഡുകൾ വിതരണം ചെയ്യും. കേരളത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര മാനവ ഐക്യയാത്രയോടനുബന്ധിച്ച് സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ളവരെ ആദരിക്കുന്നതിന്റെ ഭാഗമായി നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൌൺസിൽ കേരള റീജിയണൽ ബിസിനസ് എക്സലൻസി അവാർഡുകൾ പ്രഖ്യാപിച്ചു. വൈത്തിരി ഹോട്ടൽ ആൻഡ് റിസോർട്ട് MD NK മുഹമ്മദ്, GTech കമ്പ്യൂട്ടേഴ്സ് മാനേജിംഗ് ഡയറക്ടർ മെഹ്റൂഫ് മണലൊടി, മലബാർ ഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ AK നിഷാദ്, മലബാർ ഹോസ്പിറ്റൽ MD ഡോക്ടർ PA ലളിത എന്നിവർക്കാണ് അവാർഡുകൾ. നവംബർ 20 രാവിലെ 10 മണിക്ക് കോഴിക്കോട് ടൌൺഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ വയലാർ അവാർഡ് ജേതാവും നോവലിസ്റ്റുമായ UK കുമാരൻ അവാർഡുകൾ സമ്മാനിക്കുമെന്ന് NCDC സാരഥികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള മാർക്സിസ്റ്റ് പഠന കോഴ്സിന് തുടക്കമായി. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ക്ലാസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മാർക്സിസ്റ്റ് പഠന കോഴ്സിന് തുടക്കമായി. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സോവിയറ്റ് വിപ്ലവത്തിന് ശേഷം പഴയ രൂപത്തിലുള്ള കൊളോണിയലിസത്തിന് അന്ത്യം കുറിച്ചു. NJ യൂണിയൻ ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ സെക്രട്ടറി P. മോഹനൻ അധ്യക്ഷത വഹിച്ചു. കോഴ്സിനെക്കുറിച്ച് ഡോക്ടർ KN ഗണേഷ് വിശദീകരണം നടത്തി. ഒക്ടോബർ വിപ്ലവ ശതാബ്ദിയുടെ ഭാഗമായിട്ട് ആരംഭിച്ച കോഴ്സിൽ 35 പ്രമേയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസുകളാണ് നടക്കുക. 26, 27 തീയതികളിൽ മാർക്സിസം നാം എന്തിനു പഠിക്കണം, മാർക്സിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്നീ 2 വിഷയങ്ങളിൽ ക്ലാസ് നടക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് നിർമ്മാണ തൊഴിലാളികളുടെ ജില്ലാ സമ്മേളനം നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് PM മുഹമ്മദ് ഹനീഫ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷനിൽ അംഗത്വമുള്ള നിർമ്മാണ തൊഴിലാളികളുടെ ജില്ലാ സമ്മേളനം നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു.
ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് PM മുഹമ്മദ് ഹനീഫ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ തൊഴിലാളികളുടെ സ്പന്ദനങ്ങളും വികാരങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി അഭിമാനത്തോടുകൂടി ഞാൻ പറയട്ടെ, AC ജോസ് വിഭാവനം ചെയ്ത നിർമ്മാണ തൊഴിലാളി വർഗത്തിന്റെ മാഗ്നാ കാർട്ട എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു വലിയ സോഷ്യൽ വിപ്ലവം, സാമൂഹിക വിപ്ലവാത്മകമായ ഒരു ബില്ലുണ്ടായി. നിർമ്മാണ തൊഴിലാളി വർഗത്തിന് പെൻഷൻ കൊടുക്കണം, അവരുടെ ആരോഗ്യ പരിപാലനം ഉണ്ടാകണം, അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കണം, അവരുടെ സാംസ്കാരിക സാമൂഹികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം. ജനറൽ സെക്രട്ടറി PM സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DCC പ്രസിഡന്റ് KC അബു, KPCC ജനറൽ സെക്രട്ടറി N സുബ്രഹ്മണ്യൻ, AICC മെമ്പർ PV ഗംഗാധരൻ, INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP അനിൽകുമാർ, RWF സംസ്ഥാന കമ്മിറ്റി ട്രഷറർ X സേവ്യർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. എബെക്സ് കലാസന്ധ്യ പുരസ്കാര സമർപ്പണം കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരം കലാഭവൻ ഷാജോൺ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ ലഹരിക്കെതിരെ സംഘടന നിർമ്മിച്ച ഷോർട്ട് ഫിലിം തീരുമാനത്തിന്റെ പ്രകാശനവും നടന്നു. സീരിയൽ താരം മിഥുൻ മേനോൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. എബെക്സ് കലാസന്ധ്യ പുരസ്കാരം ജേതാവ് യുവതാരം വിനോദ് കോവൂർ കലാഭവൻ ഷാജോണിൽ നിന്നും സ്വീകരിച്ചു. എബെക്സ് പ്രസിഡന്റ് സജീവൻ EK അധ്യക്ഷം വഹിച്ചു. ഗഫൂർ പൂമുക്കൊത്ത്, ഷംസു ഫൂമ, യാസർ പൂമുക്കൊത്ത്, സന്തോഷ് പീഡികക്കണ്ടി, ഷാജി മൊഗവൂർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് എബെക്സ് കലാകാരന്മാർ അണിനിരന്ന കലാസന്ധ്യയും അരങ്ങേറി. സേവ് ഹാൻഡ് ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം ഫൗണ്ടേഷൻ സെക്രട്ടറി രമേശിന്റെ അധ്യക്ഷതയിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിച്ചു. മറീന റെസിഡൻസിൽ നടന്ന പരിപാടിയിൽ ഫൗണ്ടേഷനിലെ മുഴുവൻ അംഗങ്ങളും നേത്രദാന സമ്മതപത്രം കോംടെസ്റ്റ് കണ്ണാശുപത്രി സൊസൈറ്റി സെക്രട്ടറി രാമചന്ദ്രന് കൈമാറി. ചടങ്ങിൽ സബ് ജഡ്ജ് ജയരാജ്, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പബ്ലിക് പ്രോസിക്യൂട്ടർ ബാബുരാജ്, രാംദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചതെന്നും സാരഥികൾ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നോട്ടുകൾ പിൻവലിച്ച പ്രതിസന്ധികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലയിൽ പ്രതിഷേധം ശക്തമാക്കി വിവിധ സംഘടനകൾ. ഹർത്താൽ ആചരിച്ച് സഹകരണ മേഖല. PF പെൻഷൻ നൽകാത്ത കേന്ദ്ര സർക്കാരിനെതിരെ വേറിട്ട സമരവുമായി പെൻഷനുകാർ. ഭിക്ഷാപാത്രവുമായി അർദ്ധനഗ്നരായാണ് പ്രതിഷേധം. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ മെഡിക്കൽ കമ്മീഷൻ നിയമം പൊതുജനാരോഗ്യം അപകടത്തിലാക്കുന്ന തരത്തിലാണെന്ന് IMA DTF ചെയർമാൻ ഡോക്ടർ അജിത് ഭാസ്കർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.